സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ കഥയുടെ ദിവസമാണ് എല്ലാ ചൊവ്വാഴ്ചകളും. ആ, കഥയുടെ 126-ാമത്തെ സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ കഥ ആ, തീർച്ചയായിട്ടും ചരിത്ര പ്രസിദ്ധമായ ഒരു കഥയാണ്. ഈ കഥ നമ്മൾ കേൾക്കാത്ത ആരുമില്ല, പക്ഷെ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അതിൻ്റെ പുതുമ തീർച്ചയായിട്ടും ആ, നമ്മുടെ മനസ്സിലേക്ക് തികട്ടി തികട്ടി വരും. അതുതന്നെയാണ് എൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ കഥാകാരനെ ക്ഷണിക്കാം. ഇന്ന് നമുക്ക് വേണ്ടി കഥ പറയുന്നത് ജ്യോതികുമാർ സാറാണ്. വടകര സ്വദേശിയാണ്. നമ്മുടെ മാറ്റിനി ഫ്രീ വെബിനാറിന്റെ തുടക്കം മുതലുള്ള ഒരു സാന്നിധ്യമാണ്. LIC മാർക്കറ്റിംഗ് മാനേജറായിരുന്നു. അനേകം ട്രെയിനിങ്ങുകൾ നടത്തുന്നു. റോട്ടറി അങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജ്യോതികുമാർ സാറിനെയും. ജ്യോതികുമാർ സാർ, യു ആർ വെൽക്കം. ഓക്കെ സാർ, നമസ്കാരം. ഇന്നത്തെ ഈ ഒരു നമ്മുടെ സാബു കേരള ജനങ്ങളും അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന നമസ്കാരം എല്ലാവർക്കും ചെറിയ ചുമ പറയാൻ പോകുന്നത് വിക്രമാദിത്യ ആളുകൾ ഉണ്ടാവില്ല. പറയാൻ ഇന്നത്തെ മണ്ഡലീപുത്രം നമ്മുടെ പറ്റിയാണ് ഇന്ന് വിവാദിക്കാറുള്ളത്. ഇതിനെ പറ്റി ആർക്കെങ്കിലും ഉണ്ടോ? വിക്രമാദിത്യ രാജാവിനെ പറ്റി ചെറിയ തുടങ്ങാൻ സ്വന്തം അൺമ്യൂട്ട് ചെയ്യാലോ അല്ലെ? ബ്രോ, സാറിന്റെ സൗണ്ട് സ്വല്പം ബ്രേക്ക് ഉണ്ടല്ലോ സാറേ. നെറ്റിന്റെ എന്തോ പ്രശ്നമുണ്ട്. നോക്കട്ടെ. അവിടെയാണോ? ഞാനിവിടെ പക്ഷെ ഇടയ്ക്കൊന്ന് ബ്രേക്കായി പോകുന്നുണ്ട്. പറഞ്ഞു നോക്കി, കുഴപ്പമില്ല. വേണമെങ്കിൽ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യട്ടെ ആദ്യം. വീഡിയോ സാർ ഒന്ന് ഓഫ് ചെയ്ത് ഇച്ചിരി നേരം ഒന്ന് ഓഫ് ചെയ്ത് എന്നിട്ടൊന്ന് ചെയ്ത്. ഓക്കെ. അപ്പോ ആ ആർക്കെങ്കിലും വിക്രമാദിത്യനെ പറ്റി പറയാനുണ്ടോ? വിക്രമാദിത്യനും വേതാളവും. വിക്രമാദിത്യന്റെ സദസ്സിലാണ് നവരത്നങ്ങൾ എന്ന് അറിയപ്പെടുന്ന പണ്ഡിതന്മാരുള്ള വിക്രമാദിത്യന്റെ സദസ്സിലല്ലേ നവരത്നങ്ങൾ? ജസ്റ്റ് ഒരു ഇന്ററാക്ഷനിലൂടെ പോവാന്ന് ശരിയല്ലേ? അതുകൊണ്ട് എന്നും ആ സദസ് വല്ലാത്ത വിദ്വൽ സദസ്, പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞ സദസ്. പഴയ രാജാക്കളൊക്കെ തന്നെ വെറും അല്ല, അവരെല്ലാവരും ബുദ്ധിമാന്മാരും കൂടിയായിരുന്നു. വളരെയധികം രാജാക്കളേ ഉള്ളൂ എന്താ പറയേണ്ടത്, കുറച്ചൊരു ലോ ലെവലിലും. കാരണം അവര് രാജകുമാരൻ ജനിച്ച ഉടനെ പഠിപ്പിക്കും, വേദവും അതുപോലെ തന്നെ മെയ്വഴങ്ങളും അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ഫീൽഡിലാണ് അവര് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ ഇത്രയും പണ്ഡിതന്മാർ, നവരത്നങ്ങൾ, എങ്കിലും ഈ നവരത്നങ്ങളിലും അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ രസം. നോക്കൂ,
ഇവരൊക്കെ നല്ല പ്രായമുള്ള ആളുകളുമാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ അവർ മുട്ടുകുത്തിപ്പോകുന്നു. അതാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഈ നവരത്നങ്ങൾ ആരൊക്കെയാണ്? ആ നവരത്നങ്ങൾ കാളിദാസൻ, വരരുചി, ധന്വന്തരി, വേതാളഭട്ടൻ, അമരസിംഹൻ, വരാഹമിഹിരൻ, ഇടകരപാലൻ, ക്ഷപാകരൻ, ചമ്പു എന്ന് പറയുന്ന 9 പേരും, അത് കൂടാതെ മറ്റു പ്രഗൃദ്ധരും. പക്ഷെ ഇവർ 9 പേരും വല്ലാതെ അറിയിക്കും. കാരണം ഇവരെല്ലാത്തിലും നിൽക്കുന്നവർ എന്നൊരു കാഴ്ചപ്പാട് നമ്മൾ ഓർക്കണം. ഇങ്ങനെ ഒരു ദിവസം ഒരു വിദ്വൽ സദസ്സ് നടക്കുമ്പോൾ വിക്രമാദിത്യ മഹാരാജാവ് വേണ്ടി അവർ പറയാണ്. അപ്പൊ പാർട്ടിയുടെ അവസാനത്തെ വരി മാത്രമേ പറയുള്ളൂ, ബാക്കി 3ഉം നിങ്ങൾ കണ്ടെത്തണം, അത് പിടിക്കണം എന്ന് പറയാണ്. അപ്പോ ഇപ്പൊ സൗണ്ട് ബ്രേക്ക് സ്വല്പമുണ്ട്, ക്ലിയർ എന്നാലും ആണോ? കുഴപ്പമില്ല. സ്വല്പമുണ്ട്, അല്ലല്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴും ഉണ്ട്. പഴയതുപോലെ ചെറിയ വ്യത്യാസമുണ്ട്. എന്ത് പറ്റിയാവോ? എടാ, പ്രശ്നമൊന്നും കാണുന്നില്ല ഞാൻ. അപ്പോ ആ ഒരു എന്താണെന്ന് വെച്ചാൽ സമർപ്പിക്കണം. ആ സമസ്യ ഇതാണ്: ഗുളു ഗുഗുളു. ബാക്കികൾ 3 വരികൾ ഇവര് പൂരിപ്പിക്കണം. അപ്പൊ ഇങ്ങനെ പലരും ആലോചിച്ചിട്ടൊന്നും ഇല്ല. അങ്ങനെ അപ്പോ ആർക്കും കിട്ടാത്ത അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു ദിവസം സമയം തരാം, അതിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. അത് കഴിഞ്ഞ് മറ്റു മീറ്റിംഗ് കഴിഞ്ഞ് പോയി എല്ലാവരും ഈ പറഞ്ഞ പണ്ഡിതന്മാരും ഇറങ്ങി അന്വേഷണം തുടങ്ങി. എന്താണാവോ. അങ്ങനെ നമ്മളെ കാളിദാസനും ഇറങ്ങുകയാണ്. അപ്പൊ ഇങ്ങനെ അന്നൊക്കെ റോഡൊന്നും ഇല്ലല്ലോ. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ പുഴയോരത്തിലൂടെയല്ലേ വഴി. അന്നത്തെ ട്രാൻസ്പോർട്ട് പുഴയിലൂടെയല്ലേ എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നതൊക്കെ. ഇപ്പോഴത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ആ പുഴയോരത്തൂടെ നടക്കുന്ന സമയത്ത് ഒരു മരച്ചോട്ടിൽ അദ്ദേഹം ഇരുന്നു എന്താ ഒരു റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് തൊട്ടടുത്തുള്ളൊരു കുളമുണ്ട്. അതിന്റെ മേലെയുള്ള ന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിലെ നമ്മളെ മഹാരാജാവ് പറഞ്ഞത് ചോദ്യം പിടികിട്ടുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കുരങ്ങന്മാർ ഈ ഞാവൽപ്പഴങ്ങൾ പറിച്ചെടുത്ത് തിന്നുന്ന സമയത്ത് കുലയായി പറിക്കുമ്പോൾ അത് 1ഉം 2ഉം 3ഉം 1ഉം 2ഉം ഉള്ള പോലെ ഈ കുലകളിൽ നിന്ന് ഈ പഴങ്ങൾ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ വീഴുന്ന ശബ്ദമാണ് ഗുളു ഗുഗുളു, ഗുളു ഗുഗുളു. ഉടനെ അദ്ദേഹം ഇതിന് കിട്ടി, സന്തോഷായി, ഓടി. കാരണം ഇത് ഈ പണ്ഡിതനിടയിൽ ഞാൻ വലിയവൻ കാണിക്കാനും അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കൊണ്ടും ഓടി ചെല്ലുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, എനിക്ക് കിട്ടി, ഉത്തരം കിട്ടി. എങ്കിൽ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പറയൂ എന്താണ്, നോക്കൂ. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ജംബൂഫലാനി പതന്തി വിമലേ ജലെ കവി കമ്പിത ശാഖാഭ്യാം ഗുളു ഗുഗുളു. എല്ലാം സ്റ്റൈലിലാണല്ലോ അന്നത്തെ സംസാരങ്ങൾ. അതാണ് ജംബൂഫലാനി, ജംബൂഫലം പറയും, ജംബൂഫലാനി പക്വാനി പതന്തി വിമലേ ജലെ കവി കമ്പിത ശാഖാഭ്യാം ഗുളു ഗുഗുളു. യെസ്. അപ്പൊ തന്നെ ആരവിടെ? അപ്പൊ അതാ ഒരു കിഴി കൊടുക്കും. ഇതൊക്കെയല്ലേ അന്നത്തെ കാലത്ത് നമ്മളെ അംഗീകാരങ്ങൾ. അങ്ങനെയല്ലേ, ചെറുതും വലുതുമായ കിഴികളും എല്ലാം കൊടുത്ത് അഭിനന്ദിക്കുക, അങ്ങനെയാണല്ലോ. ഓക്കെ. അപ്പോ അത് ഈ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടത്, ഇതൊരു ചെറിയ സിമ്പിളായ കാര്യമാണ്. എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്ത് ഓരോരുത്തരെ കൊണ്ടും എന്താ പറയുക, ശരിക്കും അതിന്റെ മാക്സിമം ലെവലിലുള്ള അവരുടെയൊക്കെ പാണ്ഡിത്യം എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു രാജാവും കൂടിയാണ് അദ്ദേഹം. ഇത് ഞാൻ പറയാണ്. അപ്പൊ ഇതിൽ ധാരാളം പേരുണ്ട്. അതിൽ ഒരു ചെറിയൊരു കഥ ഞാൻ പറയുന്നു എന്ന് മാത്രം. അതോടൊപ്പം പിന്നീട് അദ്ദേഹം ഒരു ചോദ്യം വേറൊരു മീറ്റിംഗിൽ ചോദിക്കുകയാണ്, രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ്, വളരെ മഹത്തരമായത്? അപ്പോ എല്ലാ പറയുന്നു, എല്ലാം നല്ലത് തന്നെയല്ലേ, ഏതിലായാലും പ്രത്യേകിച്ച് എല്ലാം.
ഏറ്റവും ശ്രേഷ്ഠമായ വരി ഏതാണ്? അതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ എല്ലാവരും മുഖാമുഖം നോക്കുന്നു, അന്യോന്യം നോക്കുന്നു. പക്ഷേ ഏതാണ് ശ്രേഷ്ഠമായ വരികൾ എന്നുള്ളത് പറയാൻ ആർക്കും ആവുന്നില്ല. എല്ലാവരും ഈ എന്താ പറയേണ്ടത്, രാമായണമൊക്കെ നന്നായിട്ട് ബൈഹാർട്ടാക്കി കലക്കി കുടിച്ചവരെന്ന് പറയുന്ന പോലത്തെ ആളുകളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിനൊന്നും പറയാനാവുന്നില്ല. അങ്ങനെ സമയം കൊടുക്കുകയാണ്, 40 ദിവസം. അതിനിടയിൽ നിങ്ങൾ അതിന്റെ ഉത്തരം കണ്ടെത്തണം. ഏറ്റവും ശ്രേഷ്ഠമായ വരി ഏത്? അങ്ങനെ എല്ലാവരും ഇറങ്ങുകയാണ്. എല്ലാവരും നാലുപാടും പോകുന്നു. നാട്ടിൽ മുഴുവൻ എന്താ പണ്ഡിത ശ്രേഷ്ഠരെയും കണ്ട് അന്വേഷിക്കുകയാണ്. അപ്പൊ എല്ലാം നല്ലത് തന്നെയല്ലേ, ഇതാണ് നല്ലത് എന്ന് പറയാനാവില്ലല്ലോ എന്നാണ് എല്ലാ സ്ഥലത്തു നിന്നും ഉത്തരം കിട്ടുന്നത്. അപ്പോഴാണ് നമ്മുടെ വരരുചിയെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇല്ലേ? പലർക്കില്ലേ വരരുചിയെ പറ്റി? ധാരാളം കഥകളുണ്ടല്ലോ. ആരവഴി ആ മറ്റേ ആ, ശ്രീരാമൻ വനത്തിൽ പോകുമ്പോ കൗസല്യ അതന്നെ പറയുന്നതല്ലേ അതന്നെ അതെ, നാലുവഴി. കറക്റ്റ് 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 ആവട്ടെ. അപ്പോ യെസ് മാഡം. അപ്പോ ആ അങ്ങനെയാണ്, പണ്ഡിതനാണ് അദ്ദേഹം. അതാണ് അങ്ങനെ അദ്ദേഹം ഇറങ്ങുകയാണ്. എവിടെ കിട്ടും, എവിടെ നിന്ന് ഇതിന്റെ കിട്ടും എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇതേപോലെ ഒരു മരച്ചുവട്ടിൽ, ഇവരെല്ലാം യാത്രയാണല്ലോ പണ്ടെല്ലാരും, അങ്ങനെ ഒരു മരച്ചുവട്ടിൽ നിന്ന് ക്ഷീണം മാറി ഇരുന്ന സമയത്ത് മേലെ അദ്ദേഹത്തിന്റെ ആ മരത്തിന്റെ മേലെ ഇരിക്കുന്ന രണ്ട് കാലമേനികൾ വന്നിരിക്കുകയാണ്. അപ്പൊ ആ പക്ഷികൾ ഇരുന്നു. അതിനുശേഷം മറ്റു പക്ഷികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വരുന്ന പക്ഷികളൊക്കെ ചോദിച്ചു, ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് കണ്ടില്ലേ? അപ്പൊ പറഞ്ഞു, ഇല്ല കണ്ടില്ല. നല്ല പണ്ഡിത ശ്രേഷ്ഠനായ വരരുചി താഴെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഞങ്ങൾ അദ്ദേഹത്തെ കൂട്ടിരിക്കുകയാണ്. അപ്പോ പറന്നു വന്ന പക്ഷികളിൽ ഒരു പക്ഷി പറയാണ്, ഇദ്ദേഹമാണോ മഹാപണ്ഡിതൻ? മാംവിധി എന്താണെന്ന് അറിയാത്ത പണ്ഡിതനോ? ഇരിക്കുകയാണ്. ഉടനെ ഇത് വരരുചി താഴെ ഇരുന്ന് കേൾക്കുകയാണ്. അന്നത്തെ കാലത്ത് ഈ പണ്ഡിത ശ്രേഷ്ഠന്മാർക്കൊക്കെ ഈ വല്ലാത്ത കുട്ടികൾ തന്നെയായിരുന്നു അവരൊക്കെ. ഈ പക്ഷികൾ സംസാരിക്കുന്നതും മൃഗങ്ങളുടെ സംസാരവും നമ്മളെ മനുഷ്യർ പറയുന്നത് പോലെ തന്നെ അവർക്ക് പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്നാണ് ആ കാലത്ത്. പലരും അത് ശരിയുമാണ്. കാരണം പഴയ കാലത്ത് നമുക്കറിയാലോ, താഴെ വെള്ളത്തിൽ നോക്കിയിട്ട് ആണല്ലോ മുകളില് എന്താണ് ഈ ഗ്രഹണം ഉണ്ടാവും, ചന്ദ്രഗ്രഹണങ്ങളൊക്കെ പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നില്ല എത്രങ്ങൾക്ക് മുമ്പേ. എന്തുകൊണ്ടാ? അതൊക്കെ അവരുടെ ആ ചില ജ്ഞാനങ്ങൾ തന്നെയാണ്. അതുപോലെ ഇദ്ദേഹത്തിന് അപ്പൊ തന്നെ പിടികിട്ടി, എന്താണ്, ഓ മാം വിധിയാണ്. ഉടനെ എഴുന്നേറ്റ് ആവേശത്തോടു കൂടി യെസ് ദൻ വിക്രമാദിത്യനോട് പറഞ്ഞു, ഇതാ എനിക്ക് ഉത്തരം കിട്ടി രാജാവേ. ആണോ എങ്കിൽ ഉടനെ സദസ്സ് വിളിക്കുകയാണ്. വിദ്വൽ സദസ്സ് വീണ്ടും വിളിച്ചു. അങ്ങനെ വിളിച്ചു. അപ്പോ ഇദ്ദേഹം പറയാണ്, യെസ് വരരുചി, എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? ഏതാണ് ശ്രേഷ്ഠം? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം അടവീം വിധി ഗത ഗച്ഛതാ യഥാ സുഖം. രാമം ദശരഥം വിധി മാം ജനകാത്മജാം അയോധ്യാം അടവീം വിധി ഗച്ഛതാ യഥാ സുഖം. ഈ വരികളാണ് ഏറ്റവും ശ്രേഷ്ഠ. അദ്ദേഹം വസിക്കുന്നു. അപ്പൊ തന്നെ പറയില്ലേ, യെസ് കറക്റ്റ് എക്സാക്ട്ലി. ആരവിടെ? അതാ വരുന്നു അംഗീകാരങ്ങൾ കൊടുക്കുന്നു സദസ്സിൽ. ഇതാണ് ഈ ഒരു ചോദ്യത്തിന്റെ. പക്ഷെ അത് പക്ഷികളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പോ അതൊക്കെ ആവട്ടെ, അതിന്റെയൊക്കെ മറ്റു വശങ്ങളല്ല. ഈ തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പണ്ഡിതരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വരരുചി പറയൂ. അതെല്ലാവർക്കും അറിയാം. എങ്കിലും രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിലേക്ക് പോവുകയാണ്. ഘോരവനത്തിലേക്കാണ് ഇനി അടുത്ത 12 വർഷത്തെ താമസം. പോകുമ്പോ
ലക്ഷ്മണന്റെ അമ്മയായ സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് ഈ രംഗം. അതാണ്. അപ്പൊ പറയാണ്, അല്ലയോ മകനെ രാമ, മകനെ രാമനെ നീ നിന്റെ അച്ഛനെ പോലെ ദശരഥനായി കരുതണം. അതേപോലെ സീതയെ നീ അമ്മയെപ്പോലെ എന്നെപ്പോലെ കരുതി വേണം ജീവിക്കാൻ. വർഷങ്ങൾ കുറേ ഉള്ളതല്ലേ. ദെൻ വനത്തിനെ അയോധ്യ പോലെ കരുതി ജീവിക്കണം. ഒരു വിഷമവുമില്ലാതെ മനസ്സ് ശക്തി വെച്ചുകൊണ്ട് സുഖമായി പോയി വന്നാലും. ഇതാണ് ഈ വരികളുടെ അർത്ഥം. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നില്ല, പഴയ കാലത്തെ ആളുകളുടെ ബുദ്ധിയും വൈഭവവും എന്താ പറഞ്ഞാൽ ആർജവവും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ മക്കളിൽ കൊടുക്കുന്ന പേരൻസ് പഴയ കാലത്ത് ഇല്ലേ. നോക്കൂ, ഒരമ്മ സാധാരണഗതിയിൽ ഒരു അമ്മ എന്താ ചെയ്യാ, മക്കളൊക്കെ ഇതുപോലെ ഇത്രയും 10-12 കൊല്ലം കാട്ടിൽ, അത് കാട് എന്ന് പറഞ്ഞാൽ ഘോര വനത്തിലേക്കാ താമസിക്കേണ്ടത്. അപ്പോ സാധാരണഗതിയിൽ വിളിച്ച് കരഞ്ഞുകൊണ്ട് ബഹളം വെക്കേണ്ടതല്ലേ. പക്ഷെ ഈ അമ്മ എന്താ പറഞ്ഞത്, മകനെ ഉപദേശിക്കുന്നത് നോക്കൂ. അതും ആ ഉപദേശത്തിന്റെ അർത്ഥമാണ് അവിടെ പ്രാധാന്യം. നീ ഒരിക്കലും നിന്റെ രാമൻ നിന്റെ അച്ഛനെ പോലെ കരുതി, അതേപോലെ തന്നെ സീതയെ എപ്പോഴും അമ്മയെപ്പോലെ കരുതുക. ഒരു തെറ്റും അവിടെ സംഭവിക്കാൻ പാടില്ല. എല്ലാം ഒരേ ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ ഇവര്. ദെൻ നോക്കൂ, നീ അതുപോലെ തന്നെ അയോധ്യ എന്ന് കരുതി ജീവിക്കണം. ഇത്തരത്തിലുള്ള ഉപദേശമാണ് ഒരു അമ്മ കൊടുക്കുന്നത്. നോക്കൂ, ഇതാണ് ഈ ഒരു ലൈൻ, ഏറ്റവും പ്രിയപ്പെട്ട ലൈൻ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു അർത്ഥം. ഓക്കെ. പിന്നെ അടുത്തത് വരരുചിയെ പറ്റി പറഞ്ഞു. ധന്വന്തരി, വേതാളഭട്ടൻ, അമരസിംഹൻ ഇവരെല്ലാം ധാരാളം മഹത്തരമായ ഗ്രന്ഥം എഴുതിയ, അതുകൊണ്ടാണ് അവരൊക്കെ അത്തരത്തിൽ ഫേമസ് ആയത്. പക്ഷെ ഈ വരരുചി എന്ന ആള് ആരാണെന്ന് ആർക്കെങ്കിലും ഒന്ന് സപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമോ? വരരുചി നമ്മളെല്ലാം അറിഞ്ഞ, ധാരാളം മനസ്സിലാക്കിയ ഒരാളാണ്. മറ്റേ അതിന്റെ പന്തിരുകുലത്തിലുള്ളതല്ലേ സാറേ വരരുചി? അതെ, യെസ്, അതെ. അത് അതാണ്. അതാണ് അതിന്റെ വ്യത്യാസം. വരരുചി ആണ് നമ്മുടെ ആരുടെ, നമുക്കെല്ലാം വളരെ പരിചയം, എന്താ പറയുന്നത്, നാരായണൻ നാരായണത്ത് ഭ്രാന്തൻ. അത് തന്നെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വളരെയധികം ഫേമസ് ആയി അറിയുന്ന ആളല്ലേ നമ്മളെ ആര്, നമ്മുടെ ഇയാളില്ലേ, പെരുന്തച്ഛന്റെ അച്ഛൻ അച്ഛൻ. അങ്ങനെ എനിക്ക് എന്താണ്, എത്ര മക്കള്, 12 മക്കൾ. അതാണല്ലോ പന്തീരുകുലം. അതില് ബ്രഹ്മദത്തൻ, രചകൻ, പെരുന്തച്ഛൻ, വെള്ളൂൻ. വെള്ളൂനാണ് പിന്നീട് തിരുവള്ളുവർ ലോകനാണ് അല്ലേ, തമിഴ്നാട്ടിലെ. നിങ്ങൾക്കറിയാലോ തിരുവള്ളൂരിന്റെ കുരൾ. അതെ, അദ്ദേഹം. അതേപോലെ തന്നെ വടുതല നായർ, ഉപ്പുകൊറ്റൻ, അകവൂർ ചാത്തൻ മന്ത്രവാദത്തിന്റെ എക്സ്പേർട്ട്, കാരക്കലമ്മ നർത്തകിയാണ്, ഗായികയാണ്. നോക്കൂ എല്ലാരും. ഉപ്പുകൊറ്റൻ ബിസിനസ്, വടുതല നായർ മലയാളി, വെള്ളോൻ കൃഷിയാണ്, കൃഷിയിലും എഴുത്തുമായി പിന്നീട്. പാക്കനാർ പാണനാർ, പിന്നീട് നാരായണത്ത് ഭ്രാന്തൻ, ധൻലപ്പൻ. 12 മക്കള പെറ്റൊരമ്മേ എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ ഇവിടെ എന്താണെന്ന് പറയുമ്പോ, വരരുചി കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? വരരുചി ഈ ഇത് ചെറിയൊരു കുട്ടി. അപ്പോ അങ്ങനെയാണ്. വിദ്വൽ സദസ്സുകളാണ്, നല്ല മഹത്തരമാണ്, ചെറുപ്പക്കാരനാണ്, നല്ല എന്താ പറയേണ്ടത്, ബലിഷ്ഠകായനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ അദ്ദേഹത്തിന് പക്വത കൊണ്ടും അദ്ദേഹം വലിയ ഒരാളായി മാറുകയാണ്. അതാണ് ആ അംഗീകാരം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഈ കാലയാന്തി പക്ഷികൾ, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൂട്ടി പറയുന്നത്, നമ്മളെ കാലമേനി പക്ഷികൾ വന്ന്
വിധി അറിയാത്ത ആളാണോ? അത് കഴിഞ്ഞ് ഇദ്ദേഹം അന്ന് ആ സമയത്ത് തന്നെ, പക്ഷേ ഇത് മറ്റതിനോട് സാന്ദർഭികമായിട്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, മാംവിധി കിട്ടി എന്നുള്ളത്. പക്ഷെ അതിന് അദ്ദേഹത്തിന് സന്തോഷവും അതോടൊപ്പം ഒരു സങ്കടവും ഉണ്ടായി. കാരണം പോയി തിരിച്ചു വന്ന പക്ഷികൾ, രണ്ട് പക്ഷി അവിടെ തന്നെ ഇരിക്കുകയല്ലേ, പറന്ന് പോയി തിരിച്ചു വന്ന പക്ഷികൾ ചോ പറയാണ്, ഇതാ അവിടെ ഒരു ചണ്ടാള കുടിലിൽ ഒരു പെൺകുട്ടിക്ക് ജന്മം ഉണ്ടായത്, അത് വരരുചിയാണ് കല്യാണം കഴിക്കുക. പക്ഷികൾ തിരിച്ചു പോകുമ്പോ മേലത്തെ പക്ഷികളോട് പറയാണ്. ഇത് കേട്ടതും വരരുചിക്ക് ആകെ പ്രയാസമായി. അയ്യോ, ഇനോ ഇതാരാണ്? പണ്ഡിതനാണ്, ബ്രാഹ്മണനാണ്, അതേപോലെ നല്ല സുന്ദരൻ, എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്ന ഞാൻ ഈ ചണ്ടാലക്കുടിലുള്ള ഞാൻ കല്യാണം കഴിക്കും. അപ്പൊ തന്നെ അദ്ദേഹത്തിന് അസ്വസ്ഥത തുടങ്ങി. മഹാരാജാവ് പോയി, മഹാരാജാവേ, അപ്പൊ ഇതെങ്ങനെ പറയും? ഉടനെ തന്നെ മുളയിലേ നുള്ളണം എന്ന് നമ്മൾ പറയാറില്ല, അതുപോലെ അദ്ദേഹത്തിന് സമാധാനമില്ലാതായി. നേരെ അദ്ദേഹം മഹാരാജന്റെ അടുത്ത് എന്ന് പറയാണ്, ഇത് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ബുദ്ധി ആലോചിച്ച് അവസാനം അദ്ദേഹം കണ്ടെത്തിയത്, രാജാവ് പറയാണ്, രാജാവേ, നാട്ടിലൊരു അനർത്ഥം വരാൻ പോകുന്നു. കുടിലിൽ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കുട്ടി വളരുകയാണെങ്കിൽ നാടിന് നാശം സംഭവിക്കും. അതുകൊണ്ട് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അപ്പോ വിക്രമാദിത്യൻ ചോദിച്ചു, ബാലഹത്യ പാപമല്ലെന്നേ വരരുചി, പിന്നീട് എന്താണ് ഇങ്ങനെ പറയുന്നത്? അല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, ഇല്ലെങ്കിൽ നാടിന് ആപത്താണ്. കാരണം അദ്ദേഹത്തിന് പേടിയായി, ആ കുട്ടി വളർന്നു വന്ന അവസാനം അദ്ദേഹം കല്യാണം കഴിക്കേണ്ടി വരുമോ, എന്തെങ്കിലും ചെയ്യണം. അപ്പൊ പറഞ്ഞു, ഭരരുചി തന്നെ ഒരു ഐഡിയ കണ്ടെത്തൂ, എങ്ങനെയാണ്? പക്ഷെ ബാലഹത്യക്ക് ഞാൻ എതിരാണ്, വേറെ എന്തെങ്കിലും മാർഗം. അങ്ങനെയാണ് ഇദ്ദേഹം, നമ്മളെല്ലാം പഠിച്ചതാണ്, കേട്ടതാണ്, എങ്കിലും ഞാൻ പറയുന്നു, അദ്ദേഹമാണ് അപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കി. അന്നൊക്കെ ഇവര് വിചാരിക്കുന്ന എന്തും നടക്കില്ല, അന്ന് ജാതിയുടെ ഉള്ള എന്താ പറയാ മേൽക്കോയ്മയുള്ള കാലമല്ലേ. ആ കുട്ടിയെ എടുത്ത് ഇദ്ദേഹവും കുറച്ച് സംഘവും, കാരണം വരണ്ടല്ലോ, രാജാവിന്റെ അടുത്ത് ഇഷ്ടം പോലെ ആളുകളില്ലേ, അവരെയും കൂട്ടി പോയി ആ കുട്ടിയെ അവിടെ എടുത്തിട്ട് ഒഴുക്കുകയാണ്. അപ്പോ മത്സ്യങ്ങളോ വല്ല മൃഗങ്ങളോ എന്തെങ്കിലും പക്ഷികളോ കൊത്തി തിന്നട്ടെ, അല്ലെങ്കിൽ നമ്മളായിട്ട് കൊല്ലണ്ട, നമ്മുടെ കൈകൊണ്ട് മരണം വേണ്ട, നമുക്കങ്ങ് ഒഴുക്കി വിടാം. അപ്പോ അവിടെ നിൽക്കൊന്നും പറയാനില്ല, കാരണം ഇവര് പറഞ്ഞാണല്ലോ വേദവാക്യം. അന്നത്തെ കാലത്ത് അവർക്കാവില്ല. അങ്ങനെ ആ കുട്ടിയെ ഒരു വാഴത്തടയുണ്ടാക്കി ആ രാത്രിയില് പുഴയിലേക്ക്, അപ്പൊ അതിന്റെ ചുറ്റിലും നമ്മൾ പന്തം കത്തിച്ചു വെച്ചു. പന്തത്തിൽ തുണി ചുറ്റിയിട്ട് എണ്ണയിൽ മുക്കി നമ്മൾ കത്തിക്കില്ലേ, അങ്ങനെ അതിന് ചുറ്റും കുത്തിവെച്ചു. ഈ കുട്ടിയെ അതിൽ കിടത്തിയിട്ട് അങ്ങോട്ട് ഒഴുക്കുകയാണ്. അങ്ങനെ അറിയില്ല എന്താണെന്ന്, അറിയില്ല അത് ജീവനോടൊപ്പം ഉണ്ടാവോ, അല്ല മറ്റു പക്ഷികളോ മൃഗങ്ങളോ തിന്നുവോന്നൊന്നും അറിയില്ല. അങ്ങനെ ഒഴുക്കി ഇവര് സ്ഥലം വിട്ടു. പക്ഷേ നോക്കൂ ഫ്രണ്ട്സ്, ഒന്ന് ഓർക്കണം, ഇതാണ് ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിന് അന്ന് രാത്രി മുതൽ ഉറക്കമില്ലാത്ത ദിവസങ്ങളായി മാറി എന്നുള്ളതാണ്. കണ്ടോ, ചില തീരുമാനങ്ങൾ എടുത്തിട്ട് പിന്നീട് സ്വയം കണ്ടോ, ഉറക്കമില്ല. എന്താ അയ്യോ, ഇത്രയും ചെറിയൊരു, എല്ലാം അങ്ങനെയാണല്ലോ, ഒരു കാര്യം ചെയ്യുന്നവരെ നമുക്ക് അതിനോട് ന്യായവും പിന്നീട് അതിൽ റിപ്പന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ടോ. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അതാണ് ഒരു കഥ എന്ന ലെവലിൽ അതിനെ വായിച്ചു പോവാതെ, അതിൽ നോക്കൂ, അദ്ദേഹത്തിന് രാത്രി ഉറക്കമില്ല, അവസാനം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ലോകം ചുറ്റാൻ പോവാണ് എന്നും പറഞ്ഞ് വിക്രമാദിത്യന്റെ അടുത്ത് നിന്ന് ഇറങ്ങി. കാരണം ഉറക്കമില്ലാത്ത രാത്രികളായി. പാവം ആ ഒരു കൊച്ചു കുഞ്ഞിനെ ഞാനത് ചെയ്തല്ലോ, നിങ്ങളത് കുറച്ചും കൂടി വലുതായി വരുമല്ലേ, വേറെ എന്തെങ്കിലും അന്ന് നമുക്ക് കാണാം. പക്ഷെ ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കരുത് ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഉപദേശവും കൂടിയാണ് നമ്മൾ ഓരോ വരികൾ വായിക്കുമ്പോഴും അതിനെ കാണേണ്ടത്. ഇത്തരത്തിലുള്ള മഹത്തരായ ഗ്രന്ഥങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട്. എല്ലാത്തിലും നമ്മൾ അതെല്ലാം വായിക്കുമ്പോ അത് ആ ഒരു അർത്ഥം വരുത്തി വെച്ച ആ ഒരു എന്താ പറയണ്ട അസ്വസ്ഥതയായി. അങ്ങനെ പിന്നെ നടക്കുകയാണ്, നടന്ന് പോവും. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം കൊല്ലങ്ങൾ പോയി, അത് കഴിഞ്ഞു, കൊല്ലങ്ങൾ കടന്നുപോയി. അതിനുശേഷം ഇതേപോലെ തന്നെ ഒരു ദിവസം ഒരു മരച്ചുവട്ടിൽ കിടന്നു റെസ്റ്റ് എടുത്ത് പോയി രാത്രി.
പിറ്റേ ദിവസം കാലത്താണ് അദ്ദേഹം ഉണരുന്നത്. ആ വഴിയിലൂടെ വന്ന ഒരു ബ്രാഹ്മണൻ, അയ്യോ ഞാൻ വരരുചി, എന്താ ഇവിടെ കിടന്നത്? അപ്പൊ അയ്യോ ഞാൻ ഉറങ്ങിയതാണ്, എഴുന്നേറ്റു, വരൂ കൂടെ വരൂ, ഇന്ന് എന്റെ കൂടെയാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹത്തിന് മറ്റുള്ളവരെ വീട്ടിൽ നിന്ന് ഇവരെല്ലാം, എന്താ പറയാ, ഇദ്ദേഹം ഒരു ബ്രാഹ്മണൻ തന്നെ എങ്കിലും മറ്റുള്ളവരെ ശല്യം ചെയ്യാനോ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. സ്വന്തം ഉണ്ടാക്കും, കാരണം നടക്കുകയാണ്, സ്വന്തം നടന്നുകൊണ്ട് പോവുകയാണ്. മറ്റേ ഇവിടുന്നൊക്കെ വിട്ട് കഴിഞ്ഞു, വിട്ട് ഇങ്ങനെ തോൾസഞ്ചിയുമായി നടക്കുകയാണ്, അസ്വസ്ഥനാണ്. അപ്പോ അപ്പോ അല്ല, അപ്പോ നമ്മളെ ബ്രാഹ്മണന് പറ്റില്ല, കാരണം എന്തായാലും നിർബന്ധമായിട്ട് വരണം എന്നുള്ള വളരെ നിർബന്ധിച്ചപ്പോ അദ്ദേഹത്തിന് തടയാൻ പറ്റിയില്ല. അപ്പോ ഇത് എങ്ങനെ ഒഴിവാക്കാം ഒരു ചിന്തയില് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ വരുന്നില്ല, വേണ്ട. ഇനി അഥവാ അദ്ദേഹത്തിന് നേരിട്ട് നോ പറയാനുള്ള പ്രയാസം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 4 കണ്ടീഷൻ ഉണ്ട്, അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. കാരണം അതൊരു സാധാരണക്കാരുടെ സാധനമായിട്ടാ അത് നോക്കുന്നത്. അപ്പോഴത്തേക്ക് വീട്ടിലെത്തി. എന്തായാലും സ്വാമി വരൂ, കാരണം വരരുചി എന്നെല്ലാം പറഞ്ഞ അന്ന് കൊടുക്കുന്ന റെസ്പെക്ട് അങ്ങനെയാണ്. വിദ്വാനല്ലേ, വിദ്വാൻമാർക്കാണ്, പഴയ കാലത്ത് നിങ്ങൾക്ക് അറിയാലോ, വിദ്യക്കാണല്ലോ ഏറ്റവും അതുകൊണ്ടല്ലേ നമ്മൾ ഗുരുക്കന്മാർക്കൊക്കെ എന്നും, ഇല്ലേ, എന്തൊരു പ്രാധാന്യവും എന്തൊരു റെസ്പെക്റ്റും ബഹുമാനവും സ്നേഹവും കൊടുത്തുകൊണ്ടിരുന്ന, എത്ര അടിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കുന്ന ടീച്ചറാണെങ്കിലും നമ്മൾ അവരെ ബഹുമാനിക്കും. മാത്രമല്ല, അവരുടെ പേരൻസ് ഒരു കാലം, ഇന്നോ ഇന്നത്തെ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന പ്രയാസം അറിയോ? അതിന്റെ ഉത്തരവാദി നമ്മളൊക്കെ തന്നെയാണ്, ടീച്ചേഴ്സ് എല്ലാം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയും. ആവട്ടെ, അത് കാലം മാറിയത് കൊണ്ടാണ് എങ്കിലും. അപ്പൊ അദ്ദേഹം വീട്ടിലെത്തി, സംസാരം തുടങ്ങുകയാണ്. ചെന്നുടനെ ഒരു ഗ്ലാസ് വെള്ളം മാത്രം വാങ്ങി കഴിക്കുന്നു. എനിക്ക് വേണ്ട, ഞാൻ പോവാണ്. ഇല്ല, എനിക്ക് ഈ കണ്ടീഷൻ നിങ്ങൾ ഉറപ്പ് തരണം. അങ്ങനെ എന്തൊക്കെയാണ് കണ്ടീഷൻ? അപ്പൊ അത് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഉണ്ടാവും വീട്ടില്. അവരാ വാക്ക് പറഞ്ഞു, പഴയ കാലത്ത് അങ്ങനെയാണല്ലോ, എല്ലാവരും വന്ന് കയറി നിൽക്കുന്ന സംസാരിക്കില്ല. പുരുഷന്മാർ സംസാരിക്കുന്നിടത്ത് ഇവർ സ്ത്രീകൾക്ക് സ്ഥാനമില്ല എന്നുള്ള പഴയ കാലം, എത്ര കൊല്ലം മുമ്പ്. അപ്പോ അവരിങ്ങനെ ഇതാരാണ് എന്താണെന്നെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യാം. അപ്പൊ ഇദ്ദേഹം പറയാണ്, എനിക്ക് ദേവന്മാർക്കും അസുരന്മാർക്കും അന്നം കൊടുക്കുന്ന ഒരന്നം വേണം. 2, ഭക്ഷണം ഭൂമിയിലെയും സ്വർഗത്തിലെയും വേണം. 3 പേര് തിന്നാൻ വേണം. എന്നാൽ 4 പേര് വേണം. അയ്യയ്യോ, ഇതൊക്കെ എവിടുന്ന് സാധിക്കാനാ? അപ്പൊ തന്നെ ബ്രാഹ്മണൻ ആകെ പ്രയാസത്തിലായി. ഉടനെ അകത്തേക്ക് വന്നു. കാരണം വരരുചി ഇവരെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു, അവിടുന്ന് ഭക്ഷണം കഴിക്കണ്ട എന്നുള്ള ഭാവത്തിലാണ്. അപ്പൊ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഇതിൽ ഒരു മാറ്റം അത് പറ്റുമെങ്കിൽ മാത്രം തരണമെന്നോ. അങ്ങനെയാണ് ചെന്നു, അകത്ത് ചെന്ന് ഭാര്യ മകളോട് ഇങ്ങനെ പറയാണ്. ഇദ്ദേഹം പറഞ്ഞത് നിങ്ങളും കേട്ടുവല്ലോ, ഇതുണ്ടോ നടക്കാൻ പോകുന്നത്? അപ്പൊ തന്നെ മകള് പറയാണ്, അച്ഛാ, യെസ്, അദ്ദേഹത്തോട് നമുക്കത് കൊടുക്കാം. താങ്കൾ ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തോട് പോയി പുഴയിൽ പോയി കുളിച്ചിട്ട് വരാൻ പറയൂ, അപ്പോഴത്തേക്ക് ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാം. ചെറിയൊരു ലിസ്റ്റ് മാത്രം ഞാൻ തരാം, അത് എന്ത് ചെയ്യണം? അച്ഛൻ ഉടനെ കടയിൽ പോയി വാങ്ങണം. ഇത്രയേ വേണ്ടുള്ളൂ. കട എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ എന്താ നാടൻ പ്രദേശങ്ങളിൽ കാട് വഴികളുള്ളിലെ, ഓക്കെ. പക്ഷെ അച്ഛൻ അത് വേഗം കൊണ്ടുവന്നാൽ നമുക്ക് കൊടുക്കാം. അപ്പൊ മകളെ, ഇതൊക്കെ സാധിക്കുമോ? 4 ആള് ചുമക്കാനും 3 ആള് തിന്നാനും എന്നൊക്കെ പറഞ്ഞിട്ട്, ഒന്നും പേടിക്കണ്ട, ഞാൻ ഈ പറയുന്ന സാധനം എഴുതിത്തരാം, വാങ്ങിക്കൊണ്ട്. അപ്പോ പറഞ്ഞു, സ്വാമി റെഡി, സാറ് പോയി അല്ല താങ്കൾ പോയി കുളിയെല്ലാം കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ്, അതാണല്ലോ ഭാഷ, സ്നാനമൊക്കെ കഴിഞ്ഞ് മെല്ലെ വരും, അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ടാക്കാം. ദെൻ അച്ഛൻ എഴുതി കൊടുത്തു. അപ്പൊ മകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നമുക്കൊന്നും അറിയില്ല. മകള് പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ട് പോവാ, ഈ സാധനം മാത്രം വാങ്ങിക്കൊണ്ടുവന്നാൽ ബാക്കി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. യെസ്. അപ്പൊ പിന്നെ അദ്ദേഹം നേരെ വാങ്ങാൻ പോവാണ്. അപ്പൊ എന്താണ് അതിൽ ഉദ്ദേശിച്ചത്? തേനും നെയ്യും കദളിപ്പഴവും ചേർന്നാൽ ദേവാമൃതമായി, ദേവന്മാർക്കുള്ള ഭക്ഷണമായി. നോക്കൂ, തേനും നെയ്യും കദളിപ്പഴവും ചേർന്നാൽ അതാണ്. ഇഞ്ചിയും അതും ചേർന്ന പിതൃഭോജനം, അതാണ്. ആയപ്പോൾ സ്വർഗത്തിലെയുമായി ഭൂമിയിലെയുമായി. പിന്നെ തിന്നേണ്ട 3 പേർ എന്ന് പറഞ്ഞ വെറ്റില, അടക്ക, ചുണ്ണാമ്പ്.
ദെൻ ചുമക്കാനുള്ള 4 പേർ എന്ന് പറഞ്ഞാലോ, കട്ടിലിൽ കിടക്കണം. 4 പേര് താങ്ങുന്ന ആ 4 കാലുള്ള കട്ടിലിൽ കിടക്കണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത് ഈ ബ്രാഹ്മണനും അറിയുന്നില്ല, മറ്റേ അമ്മയ്ക്കും അറിയുന്നില്ല, പക്ഷെ ഈ കുട്ടിക്ക് അറിയുന്നു. നോക്കൂ. അതെ. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്നു. വരരുചി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോഴാണ് ഭക്ഷണങ്ങളെല്ലാം റെഡി. ഇലയിട്ടു കൊടുക്കുകയാണ്. അപ്പൊ അമ്മയും ചേർന്ന് മറ്റു രണ്ടുപേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയും മകളും എന്താ പറയുക, വിളമ്പി കൊടുക്കുകയാണ്, പകർന്നു കൊടുക്കുകയാണ് ഭക്ഷണങ്ങൾ. ഇത് കണ്ടപ്പോൾ വരരുചിക്ക് വല്ലാത്തൊരു അഭിമാനവും സന്തോഷവും. എന്റെ ഈശ്വര, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ കുട്ടിയാണല്ലോ ഇതെല്ലാം ചെയ്തത്. നല്ലൊരു സുന്ദരിയായ ഒരു കുട്ടിയും. അപ്പം ഈ ഈ ബ്രാഹ്മണനോട് ഇദ്ദേഹം സംസാരിച്ചു, ഈ കുട്ടിയെ പറ്റി ഒക്കെ ചോദിച്ചപ്പോൾ ഇതെന്റെ മകളാണ്, അതെ ഇങ്ങനെയാണ്. അപ്പോ വരരുചിക്ക് ഒരു എന്താ പറയാ, നമ്മൾ ലഡു പൊട്ടുക എന്നൊരു ഭാഷയില്ലേ നമ്മളെ സാധാ കോമൺ. അപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണനോട് പറഞ്ഞു, ഈ കുട്ടിയെ എനിക്ക് കഴിച്ചൂടെ, ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഇത് കേട്ടതും മറ്റും വല്ലാത്തൊരു സന്തോഷം. ഇതാരാണ് വന്നിട്ട് മകളെ ചോദിക്കുന്നത്? ഹ, ലോകപ്രശസ്തൻ, അതീവ ജ്ഞാനി, നല്ല മിടുക്കൻ, നല്ല എന്താ പറയണ്ടേ, ആരോഗ്യവാനായ ഒരു യുവാവ്, നാട്ടിൽ മുഴുവൻ അറിയപ്പെടുന്ന ഞാൻ, അങ്ങേര് നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ? അതിലപ്പുറം സന്തോഷം എന്താ ഉള്ളത്? ഇന്നത്തെ പോലെയല്ല, അന്നത്തെ പോലെയല്ല. അന്നത്തെ ആ ഒരു അന്തസ് അങ്ങനെയായിരുന്നു. കാശും പണവും കാറും അല്ലെങ്കിൽ സ്വർണവും അല്ലേ, അതൊക്കെ എല്ലാം ആ കാലത്ത് തീരെ ഉണ്ടായിരുന്നില്ല. അതൊരു വലിയൊരു അഭിമാനവുമായിട്ട് അമ്മയും അച്ഛനും പറയാണ്, പിന്നെന്താ, തീർച്ചയായിട്ടും വരരുചി, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ, ഇന്നല്ലാതെ എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം ഇഷ്ടമായി, ആ കുട്ടിയുമായി സംസാരിക്കുന്നു, അങ്ങനെ കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നടത്തം തന്നെയാണ്. ചെറിയ ചെറിയ ഇതെല്ലാം ഉണ്ട്. അവിടെയാണ് ഇദ്ദേഹം താമസിക്കുക. ഒരു ദിവസം നിൽക്കും, 2 ദിവസം നിൽക്കും, പിന്നെയും സ്ഥലം വിടും. ഇങ്ങനെയാണ്. അപ്പോ അങ്ങനെ കല്യാണം ആയി. രാത്രിയിൽ അദ്ദേഹം ആ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ തലയിൽ ഇങ്ങനെ തടവുന്ന സമയത്ത് ആ തലയുടെ മൂർധാവിൽ തൊട്ടപ്പോ ആ കുട്ടി, അയ്യോ അവിടെ തുടരുത്, അയ്യോ അവിടെ തുടരുത്, എന്തു പറ്റി? അപ്പോഴാണ് ആ കുട്ടി പറയുന്നത്, ഞാൻ ഈ ബ്രാഹ്മണന്റെ മകളല്ല, എന്നെ എടുത്തു വളർത്തിയ അച്ഛനും അമ്മയാണ് ഇവര് രണ്ടുപേരും. ഞാൻ എന്നെ ആ കുട്ടിക്കറിയില്ല ആരാന്നൊന്നും. എന്റെ അച്ഛനും അമ്മയും എന്നെ പുഴയിലേക്ക് വിട്ടതാണ്, എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനതിങ്ങനെ പുഴയിലൂടെ ഒഴുകി വന്നു. ഈ അച്ഛൻ നടന്നു വരുന്ന സമയത്താണ് എന്റെ കരച്ചിൽ കേട്ടിട്ട്, ഒരു കുട്ടിയുടെ ശബ്ദം കേട്ട് അദ്ദേഹം നോക്കി, എടുത്തു, വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയ്ക്കും വലിയ ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഇവരുടെ മകൾ. ഇവർക്ക് കുട്ടികളുമില്ല. അങ്ങനെ ആ മകളാണ് വരരുചി. എന്താ പറയാ, സ്തംഭിച്ചു പോവുക എന്ന് പറയില്ലേ, കാലം കാത്തുവെച്ച നീതി എന്ന് പറയാറില്ലേ നമ്മള്. നോക്കൂ, ചേരേണ്ടത് തന്റെ അടുത്ത് തന്നെ വന്നു ചേർന്നത് കണ്ടുവോ നിങ്ങൾ? ഇതാണ്, നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ തിരിച്ചടി ഇല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. നല്ലതല്ലാത്ത എന്ത് ചെയ്യുന്നോ വളരെ ഓർക്കേണ്ട ഒരു വല്ലാത്ത ഒരു ഇതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യമായി. കാരണം നോക്കൂ, കൊല്ലം എത്ര കഴിഞ്ഞു, അദ്ദേഹവും അത് മറന്നു, അസ്വസ്ഥനാണ്. ആ കുട്ടി മരണപ്പെട്ട് എവിടെയോ പോയി. എന്നിട്ടും കൊല്ലങ്ങൾ 10, 15, 18, 20, 19 കൊല്ലം കഴിഞ്ഞിട്ടാണ് നോക്കൂ പറയുന്നത്. പക്ഷെ എന്തൊരു സങ്കടവും പ്രയാസവും അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായെന്നറിയോ? ഈ ഒരു കുട്ടീനെ അല്ലേ, ഇത്രയും ഭംഗിയുള്ള ഒരു കുട്ടിയെ അദ്ദേഹം എന്തിനു വേണ്ടി, ആ സമയത്തുണ്ടായ ഒരു വ്യാകുലത മാത്രം ഒന്ന് ആലോചിച്ചു. അദ്ദേഹത്തിന് പിന്മാറി നാട് വിട്ടാലും പോയി കൂടെ, ആ കുട്ടി കഴിക്കില്ലേ? പക്ഷേ ഒരു തീരുമാനം എടുക്കുമ്പോൾ കണ്ടുവോ, വളരെ നമ്മൾ ശ്രദ്ധിക്കണം.
APJ അബ്ദുൽ കലാം പറയുന്നത് പോലെ 100 കൊല്ലം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് കാര്യം പറയാറുണ്ട് അദ്ദേഹം. അതുപോലെ അന്ന് ഗവൺമെന്റിലെ നമ്മളെ പൊളിറ്റീഷ്യന്മാരെ ഒന്ന് ഓർമ്മിപ്പിച്ചതായിരുന്നു. പക്ഷെ ഇതും അതൊക്കെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തർ എന്ത് ചെയ്യുന്നോ അതിന് ഫലം നമുക്ക് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എല്ലാം കമ്മ്യൂണിറ്റി പറയും, അല്ലെങ്കിൽ അമ്മയും ചെയ്തതിന്റെ പാപം മക്കൾക്ക് അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിക്കാതെ ആരും പോവില്ല എന്ന് അടിയുറപ്പിച്ച് പറയുന്ന ഒരു കഥയായിട്ടാണ് ഞാൻ ഇതിനെ, അനുഭവമായിട്ടാണ്. അങ്ങനെയാണ് ഈ ഈ ഇവരും കൂടി നടന്ന് നടന്ന് പോവുകയല്ലേ. അപ്പോഴാണ് ഓരോരോ കുട്ടി പ്രസവിക്കാൻ തുടങ്ങുന്നു. അപ്പോഴും ഇവരിങ്ങനെ ലോകം ചുറ്റുന്നവരാ, കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും ഒക്കെ. ഇദ്ദേഹം നല്ല ഭയങ്കരനല്ലേ, പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ആദ്യത്തെ കുട്ടി വരുന്നു, ബ്രഹ്മദത്തൻ. അപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഈ ആ പ്രസവം കഴിഞ്ഞു അന്നൊക്കെ ഇതല്ലേ നമ്മളെ എന്താ പറയാ, നാച്ചുറൽ അല്ലേ മുഴുവൻ പ്രസവമൊക്കെ. അപ്പം പ്രസവിച്ച ഉടനെ ആ കുട്ടിക്ക് വായ കീറിയിട്ടുണ്ടോ? ആ ഉണ്ട്. അപ്പോ എന്നാ അവിടെ ഇട്ടേക്കും, അവർ ജനിച്ചോളും, അവർ വളർന്നോളും, ഒന്നും നോക്കണ്ട, വരൂ. ഇങ്ങനെ വന്ന് 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 അവസാനം ഈ അമ്മയ്ക്ക് ഒരു രക്ഷയില്ല. അന്നൊക്കെ ഭർത്താവ് പറയുന്നത് എന്താ, ഈശ്വരൻ പറയുന്നതിന് തുല്യമായിട്ട് കാണുന്ന ഒരു ഘട്ടമാണ്. തിരിച്ചു ചോദിക്കാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇന്നത്തെ പോലെയൊന്നും പറ്റില്ല. ഇന്നിപ്പോ എല്ലാവരും നീ പൊടാന്ന് പറയുന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. കാലം മാറിയതിന്റെ വ്യത്യാസമാണ്. അപ്പോ ആ അങ്ങനെ വന്ന് വന്ന് അവസാനം എന്ത് ചെയ്തു? ഒരു കുട്ടീനെങ്കിലും വളർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. ആയിട്ട് നടക്കണം, കുട്ടികൾ വളർന്നോളും, എവിടെയാണെങ്കിലും വളരും. നോക്കൂ, അവസാനം ഇദ്ദേഹം വീണ്ടും അവസാനത്തെ കുട്ടി ചോദിച്ചു, വളർന്നപ്പോ വായ കീറിയിട്ടുണ്ടോ, വായ കീറിക്കാൻ ഇല്ല എന്ന് കളവ് പറഞ്ഞു. കാരണം ആ കുട്ടീനെങ്കിലും അദ്ദേഹം കാണുന്നില്ല, ആ കുട്ടീനെങ്കിലും വളർത്തണം എന്നുള്ള താല്പര്യത്തിൽ. അപ്പൊ നോക്കൂ, നിർഭാഗ്യവശാൽ ആ കുട്ടിക്ക് വായ ഇല്ല, വായ കീറിയിട്ടില്ല. അതാണ് വായ കുഞ്ഞിലപ്പൻ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ, പക്ഷേ അപ്പോഴും ഒന്ന് ഓർത്തു നോക്കൂ, ഈ 12 മക്കളും വ്യത്യസ്തരായില്ലേ ഫ്രണ്ട്സ്? നോക്കൂ, പ്രകൃതി എന്ന് പറഞ്ഞൊരു ശക്തിയില്ലേ. നമ്മൾ ഈ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ്? വളരെ കെയർഫുൾ ആയിട്ടൊക്കെ വളർത്തുകയല്ലേ. അതേസമയം നോക്കൂ, ഇങ്ങനെ ഈ നാട്ടിൽ കിടന്ന് അന്യനാട്ടിൽ ആരുടെയൊക്കെയോ കൈകളിൽ വളർന്നു വന്ന മക്കള്, ഈ ബ്രഹ്മദത്തൻ എന്ന് പറഞ്ഞ അഗ്നിഹോത്രി എന്ന് പറഞ്ഞാൽ വിദ്വാനാണ്. അതേപോലെ തന്നെ ഓരോരുത്തരും വളർന്ന് വലുതായി, പെരുന്തച്ചൻ, അതുപോലെ തന്നെ നമ്മുടെ തിരുവള്ളുവർ, വെള്ളൂർ, ഇതൊക്കെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ലെവലിലുള്ള ആളുകളായിരുന്നു. വടുതലായ കാരക്കലമ്മ, നർത്തകി, അന്നത്തെ കാലത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു നർത്തകിയും ഗായികയുമായിരുന്നു. നോക്കൂ, അകവൂർ ചാത്തൻ, മന്ത്രവാദത്തിന്റെ ആ കാലത്തൊക്കെ മന്ത്രവാദമുണ്ട്. ആ മന്ത്രവാദം അറിയുന്നവരെയൊക്കെ നാട്ടുകാർ ബഹുമാനിക്കും. കാരണം പല പ്രവർത്തനയും ഓടിക്കാൻ, അതൊക്കെ അതിന്റെ സത്യം എന്തോ അറിയില്ല. പക്ഷെ എങ്കിലും അത് അവരൊക്കെ അന്നും സമൂഹത്തിൽ നിറഞ്ഞു നിന്നവരാണ്. പാക്കനാർ നമുക്കറിഞ്ഞൂടെ, പാക്കനാർ, പാണരാരുടെ പാട്ടും, അതേപോലെ പാണരാരുടെ പാട്ടും കവിതകളും, പാക്കനാർ, പായമടയ ഇതൊക്കെ നമ്മൾ ഇന്ന് അറിയപ്പെടുന്നു. അതേപോലെ നാരായണത്ത് ഭരാന്തൻ ഒരു ഭയങ്കര എഞ്ചിനീയർ അല്ലേ അദ്ദേഹം, ബേസിക്കലി ഇതാണ്. പിന്നീട് ഇതാ വായില്ലാ കുന്നിൽ അപ്പൻ നടന്ന ഒരു അമ്പലം പോലും ഉണ്ടായി. ഇത്തരത്തിൽ പ്രകൃതി എല്ലാം കൂടെയുണ്ട്, നമ്മളുടെ എല്ലാം കൂടെയുണ്ട് എന്നുള്ള ഒരു വിവരണം കൂടിയാണ് ഇത്തരത്തിൽ ഇവരൊക്കെ ഈ തരത്തിൽ ഇത്തരത്തിൽ വന്നതിന്റെയും തിരിച്ചറിവായിട്ടാണ് ഞാൻ ഇതിനെ പറയാം. അല്ലെങ്കിൽ ഇവരെല്ലാം എന്തെങ്കിലും സാധാ ലെവലിലായി പോണ്ടവരല്ലേ. പക്ഷെ ഇന്ന് നമ്മളെ മക്കളെക്കാൾ നമുക്കെല്ലാം അറിയപ്പെടുന്ന ലെവലിലേക്ക് അന്നത്തെ കാലത്ത് നോക്കൂ, ഇന്നല്ല, ഒരു സൗകര്യമില്ലാത്ത കാലത്ത് അവരൊക്കെ ഈ തരത്തിലേക്ക് വളർന്നില്ലേ. ഇതാണ് ഈ ആ ഈ തരത്തിലുള്ള നമ്മുടെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും. ഇവർ ഈ പറയുന്ന കഥകളൊക്കെ പഴയ ഇവർക്കും എന്താണ് ജീവിതം എന്ന് കാണിച്ചു തരുന്നതാണ് ഇതൊക്കെ. അതാണ് ഈ ഒരു ഈ വിക്രമാദിത്യ സാഹചര്യം എനിക്ക് പറയാനുള്ളത്. ഈ ധാരാളം പറയാനുണ്ട്, പക്ഷേ ഇത് പറയാൻ തുടങ്ങിയാൽ പിന്നെയും സമയം
ധാരാളം എടുക്കും. ഇപ്പൊ തന്നെ 8 മണിയാവാനായി. ആയതിനാൽ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. പിന്നെ എനിക്ക് ഈ അവസരം തന്നതിനും എന്നെ കേട്ട ഇവിടെ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നമസ്കാരവും സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഉദയകുമാർ സാർ, സാർ. ആ യെസ്, വളരെ മനോഹരമായ ഒരു ആഖ്യാനം അല്ലേ? കഥകളുടെ ഒരു വലിയ ശ്രേണിയായിരുന്നു. പറയിപ്പറ്റ പന്തിരുകുലം എത്ര പറഞ്ഞാൽ തീരും, എത്ര പറഞ്ഞാലും തീരത്തില്ല. അപ്പോൾ സാറത് ലഘൂകരിച്ച് പറഞ്ഞു എന്ന് വേണം ചിന്തിക്കാൻ. വളരെ മനോഹരമായിട്ടത് പ്രസ്താവിച്ചു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കഥ അറിയാവുന്നതുകൊണ്ട് തന്നെ അതിലൂടെ കൂട്ടിച്ചേർക്കലുകളും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൃഷ്ടിക്കാം. പുതിയൊരു കഥ, എന്താ പറയുക, ആഖ്യാനം തന്നെ കൊണ്ടുവരാം. ജ്യോതികുമാർ സാർ വളരെ വ്യത്യസ്തമായിട്ടാണ് ആ ഒരു കഥ അവിടെ പ്രസന്റ് ചെയ്തത്. അത് വളരെ മനോഹരമായി. ഓക്കെ, ശ്രീകുമാരി അമ്മ പറഞ്ഞേ കേൾക്കട്ടെ. ശ്രീകുമാരി മാം കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ഇതിൽ പലരും ഇരിക്കുന്നുണ്ടാവും. ഗുഡ് ഈവനിങ് ആൾ. മനസ്സിലാക്കി വിക്രമാദിത്യന്റെ കഥയാണ് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ സാർ അവതരിപ്പിച്ചത്. ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് പണ്ഡിതൻ വരരുചി. വരരുചിയുടെ പല കഥകളുമുണ്ട്. ഓരോ പ്രാവശ്യവും സമ്മാനാർഹനാകുന്നത് വരരുചിയാണ്. ഓരോ ചോദ്യത്തിന് ഉത്തരം പറയാൻ അർഹതയുള്ള ഒരാളാണുള്ളത് വരരുചി. ഗുളുഗുളു തൊട്ട് പിന്നെ രാമായണത്തിലെ കഥ, വനവാസത്തിന് പോകുമ്പോ അമ്മ പറയുന്നത് എന്നെ ലക്ഷ്മണന്റെ ഓടൊപ്പം പറയുകയാണ് രാമനെ ദശരഥനായും സീതയെ അമ്മയായും കരുതണം, അടവിയെ അയോധ്യയായി കരുതണം എന്നുള്ള അതെല്ലാം മാം വിചി എന്നുള്ളത് പക്ഷികൾ പറയുന്നത് കേട്ട് പറയുന്നത് എല്ലാം കഥ കേട്ടിരിക്കാനും നല്ല രസമായിരുന്നു. നല്ല രീതിയിലാണ് അവതരിപ്പിച്ചത്. പിന്നെ പറയിപ്പറ്റ പന്തിരുകുലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വലിയ വിക്രമാദിത്യന്റെ പുസ്തകം വലിയ പുസ്തകമാണ്. അതിൽ ധാരാളം കഥകളുണ്ട്. പിന്നെ അതിന്റെ വീണ്ടും പക്ഷികൾ പറയുന്നത് കേട്ട് വിധിയെ തടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപടത്തിൽ ഇന്ന് ഒരു താഴെ കിടക്കുന്ന വരരുചിക്ക് കൂട്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴും അവർ പറയുകയാണ് ഈ വരരുചി ഇന്നൊരു പറയക്കുടിലിൽ ഒരു പെൺകുട്ടി ജനിക്കും, ആ കുട്ടിയെയാണ് വരരുചി കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. അത് കേട്ട് വരരുചി ഞെട്ടി അവരെ പന്തം കൊളുത്തി പുഴയിലൊഴുക്കി. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നു. അഭിചാരിതമായി, ആരാണെന്ന് അറിഞ്ഞില്ല, മിടുക്കിയായ പെൺകുട്ടിയുടെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ചതോടുകൂടെ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നു. അതാണ് വിധി എന്ന് പറയുന്നത്. എത്ര തന്നെ നാം എന്തൊക്കെ ചെയ്താലും സംഭവിക്കേണ്ടത് സംഭവിക്കും, ആർക്കും മറച്ചു വെക്കാൻ പറ്റുകയില്ല. തേനും അതെനിക്കിപ്പോ വേറെ ഇതാണെന്ന്, തേനും നെയ്യും കദളിപ്പഴവും ചേർത്തതാണ് ദേവലോകത്തിന്റെ ഭക്ഷണം. ഇഞ്ചിക്കറി 101 കറി വേണമെന്നുള്ളതാണ് ആ പുസ്തകത്തിലുണ്ട്. 101 കറി കൂട്ടി എനിക്ക് ചോറ് വേണം. അപ്പൊ 101 കറിക്ക് ഇവിടെ പോകും. അതാണ് കുട്ടി പറഞ്ഞ ഇഞ്ചിക്കറിയാണ്. ഇതില് സാറ് വേറെ എന്താണ് പറഞ്ഞത്? വ്യത്യാസമായിട്ടുള്ള അങ്ങനെ കഥ വളരെ രസമായി കേട്ട് അങ്ങനെ അതിന് തന്നെ ലയിച്ച് എത്ര വായിച്ചാലും എത്ര കേട്ടാലും മതി വരാത്തതാണ് വിക്രമാദിത്യൻ കഥകളെല്ലാം തന്നെ. നല്ല കഥയായിരുന്നു സാറേ. ഇനിയും ഇതുപോലുള്ള കഥകളൊക്കെ കൊണ്ടുവരും, കേട്ടിരിക്കാം. താങ്ക് യു സാർ. താങ്ക് യു മാഡം. ഓരോരുത്തരെയും പറ്റിയുള്ള കഥകളുണ്ട്. 12 പേരെ പറ്റിയുള്ള പുസ്തകങ്ങളുണ്ട്. 12 പേരുടെ ബുക്കുകളും ഉണ്ട്. ഓരോന്നും നമുക്ക് കേൾക്കാൻ നല്ല രസമായ രീതിയിൽ കേട്ടിരിക്കാം. താങ്ക് യു സാർ. താങ്ക് യു. 4 പേര് ചുമക്കുന്നു എന്ന് പറയുമ്പോൾ അത് കട്ടിലാണ്. 3 പേര് സാറിന്റെ പറച്ചിൽ
ഇന്നത്തെ അത്ര ശരിയായില്ല. നല്ല രീതിയിൽ പറയുന്ന ആളാണ്. പക്ഷെ ഇന്ന് മൈക്കിന്റെ എന്തോ സൗണ്ടിന്റെ കുഴപ്പം കൊണ്ട് ചെറിയ ബ്രേക്കായി. അതുകൊണ്ടാണ്. പിന്നെ സംസ്കൃതത്തിൽ ഇതിന് നല്ലൊരു പദം പറയുന്നുണ്ട്, ഭവിതവ്യം ഭവേദേവ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ആരെന്ത് വിചാരിച്ചാലും ശരി തന്നെ, എങ്ങനെയൊക്കെ ചെയ്താലും സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ. ഭവിതവ്യം ഭവേദേവ. പിന്നെ അമ്മ മക്കളെ യുദ്ധത്തിന് വിടുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഒന്ന് കേൾക്കാറുണ്ട്, മക്കളെ യുദ്ധത്തിന് വിടുമ്പോൾ തിരിച്ചു വരുമ്പോൾ അതിന്റെ പുറയിലാണോ മുറിവ് പറ്റിയ ഫ്രണ്ടിലാണോ മുറിവ് കിട്ടിയെന്ന് നോക്കും. പുറയിലാണ് പിന്നെ മുറിവ് പറ്റിയെങ്കിൽ ആ മക്കളെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്, പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ വരണ്ടെന്ന് പറയും. കാരണം അവർ സൗണ്ട് പോയോ? ഇവിടെ വരണ്ടാന്ന് പറഞ്ഞു. മൈക്കിന്റെ മക്കളോട് മൈക്കിന്റെ ചെറിയ കുഴപ്പം ഉണ്ടായത് എത്ര ക്ലിയർ ആയില്ലെന്നേ ഉള്ളു. നിങ്ങൾ നല്ലതായിരുന്നു. പല കഥകളും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു കാര്യമല്ല, പലരുടെ കാര്യം, സീതയുടെ കാര്യവും മറ്റേ മരുജിയുടെ കാര്യവും പലതും മനസ്സിലാക്കി. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. മാമന ടീച്ചർ പറയും. സാറ് പിന്നെ എന്താ പറയാ, അത് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആ കൂട്ടത്തിൽ തന്നെ നമ്മളെയും കൂടി ആസ്വദിപ്പിച്ചു. എനിക്ക് ഈ കഥ കേൾക്കുമ്പോൾ തോന്നുന്നത്, നമ്മള് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഈ നമ്മുടെ ഒരു സെക്കുലർ ഇന്ത്യ, അതാണ് എനിക്ക് തോന്നുന്നത്. അഗ്നിഹോത്രി, നമ്പൂതിരി, പറയൻ, അലക്കുകാരൻ, ഭ്രാന്തന്മാരെ നമ്മൾ മാറ്റി നിർത്തുകയാണല്ലോ ചെയ്യുക. പക്ഷെ ഇയാൾ ഭ്രാന്തായിട്ട് അഭിനയിക്കുന്നതാണല്ലോ, അതും ഭ്രാന്തൻ. പിന്നെ കാരക്കലമ്മ സ്ത്രീയാണ്. സ്ത്രീ ഒന്ന് മതിയെന്ന് തോന്നുന്നു അല്ലേ, ഒരു സ്ത്രീ ഉണ്ട് എന്ന് കാണിക്കാൻ. പിന്നെ ചാത്തൻ കർഷകനാണ്. വടുതല നായർ പട്ടാളക്കാരൻ, നായർ ക്ഷത്രിയൻ, പുലയൻ വല്ലോൺ, മുസ്ലിം ഉപ്പുകൊട്ടൻ, പിന്നെ പാണനാറ് നാടോടി സംഗീതജ്ഞൻ, പെരുന്തച്ചൻ എഞ്ചിനീയർ, പിന്നെ വായില്ല കുന്നിലപ്പന. അപ്പൊ എല്ലാവരും എല്ലാ ജാതികളും ഇതിൽ നിന്നാണ് വന്നത്. അപ്പം എല്ലാവരും ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ് എന്നാണല്ലോ ഇതിൻ്റെ അകത്ത് അവസാനം വരുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പിള്ളേരെ പള്ളിക്കൂടത്തിൽ വിട്ട് കഴിയുമ്പോൾ ഒരു ഒറ്റ കുട്ടി പോലും ഞാൻ അവളുടെ അടുത്തിരിക്കുകയില്ല, അല്ലെ ഞാൻ ഇവന്റെ അടുത്തിരിക്കൂല എന്ന് പറയാറില്ല. അവർക്ക് ആയത് ജാതി അങ്ങനെ ഒന്നും ഒരു ചിന്തയില്ല. അതെല്ലാം കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ജാതിയും മതമൊക്കെ ഉണ്ടാകുന്നത്. ഈ എൻ്റെ 32 കൊല്ലത്തെ സർവീസിൽ ഒരു കുട്ടി പോലും എവിടെ ഇരുത്തിയാലും അവിടെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. അവര് പിന്നെ നമ്മൾ കൂട്ടുപിരിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. വർത്താനം പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടുപിരിക്കുമ്പോൾ. പിന്നെ എവിടെയാണ് ഈ വിഭജനം ഉണ്ടാകുന്നത്? സമൂഹത്തിലേക്ക് വരുമ്പോഴാണ്, മുതിർന്നവരുടെ അടുത്തോട്ട് വരുമ്പോഴാണ് ഈ വിഭജനം ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു കഥ വളരെ കാര്യമായി നമ്മൾ ഘോഷിക്കേണ്ടതാണ്. കാരണം ഒരു നമ്പൂതിരിയും ഒരു പുലയ സ്ത്രീയും കൂടെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും ജാതികളിലുള്ള കുട്ടികളെയാണ് ഉണ്ടായത്. അപ്പൊ ഇതിൽ നിന്നാണ് മറ്റ് തലമുറ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ഈ വ്യത്യാസം കൊണ്ടാടുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ സാർ ഇന്ന് ഈ കഥയും കൊണ്ട് വന്നതുകൊണ്ട് ഇത്രയൊക്കെ ചിന്തിക്കാൻ പറ്റി. സാറ് അത് വളരെ ഹൃദ്യമായി അവതരിപ്പിച്ചു. താങ്ക് യു സാർ. പേര് ഞാൻ പറയാൻ മറന്നുപോയി. പഞ്ചമിയാണ്. പഞ്ചമി. മിണ്ടാത്ത സാബു സാറിന്റെ മൈക്ക് പോയോ? അബു സാർ എവിടെ പോയി? സാബു സാറിന്റെ മൈക്ക് പോയി സ്ട്രക്കായോ? സാർ ഞാൻ പറഞ്ഞോട്ടെ. ഇന്നെന്താ? ഞാൻ പറയൂ സാർ. സുധാമൻ സാർ പറയൂ. ഇത് ഇപ്പൊ കേൾക്കുന്നുണ്ട് സാബു സാർ? ഇപ്പൊ കേട്ടോ? പറയും. ഓക്കെ കേട്ടോ. ഈ കഥയോ മിത്തോ ഒന്നും അല്ല സാർ, ഇത് ചരിത്രം തന്നെയാണ്. കാരണം ഇതിൽ ഈ ഫർദർ സാറിന്റെ മറ്റുള്ള പണ്ഡിതരായ നമ്മുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് വേണ്ടി പറയാം. ഞാൻ ഈ പട്ടാമ്പിയില് ഡോക്ടർ രാജൻ ചുങ്കത്ത് എന്ന് പറഞ്ഞ ഒരാള് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു സ്കോളർഷിപ്പോടുകൂടി ഇതിൽ ഒരു ഗവേഷണം നടത്തി. ഇതൊരു കഥയാണോ എന്നറിയാൻ വേണ്ടി
ഡോക്ടർ രാജൻ ചുങ്കത്ത്. ആ അദ്ദേഹം പറഞ്ഞോ. എൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹം പട്ടാമ്പിയിൽ ഞാങ്ങാട്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ആ അദ്ദേഹം ഇതിൽ വളരെ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയത്, ഇവര് ഏപ്രിൽ മാസം ജൂലൈ മാസം 10-ാം തീയതി ഈ പറയിപെറ്റ പന്തിരുകുലത്തിലെ 12 കുടുംബക്കാരും കൂടെ ഒന്നിച്ചു കൂടും. ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട് ഇവർക്ക് വർഷത്തിലൊരിക്കൽ. അതിൽ പത്രക്കാരെയും മറ്റവരെ ആരെയും തന്നെ പ്രവേശിപ്പിക്കില്ല. ഈ വിഭാഗങ്ങളെല്ലാം കൂടെ ഒത്തുകൂടും. അപ്പം നമ്മുടെ അക്കിത്തത്തിന്റെ സഹായത്തോടു കൂടി ഡോക്ടർ രാജൻ ചുങ്കത്ത് ഇവരെല്ലാം ബന്ധപ്പെടുകയും നമ്മുടെ ഈ തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ ഇവരുടെ എല്ലാം DNA മാച്ചിങ് ഒരു റൂട്ടിൽ നിന്ന് വന്നതാണോ എന്ന് അറിയാൻ വേണ്ടി ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി. അപ്പോൾ അത് പഠനം നടത്തുകയും അതനുസരിച്ചിട്ട് പക്ഷെ അതിൽ 11 പേരും അവരുടെ തലമുറയിൽപ്പെട്ടവർ അവരുടെ ഈ ബ്ലഡ് കളക്ട് ചെയ്യാനും, അപ്പോൾ അതിൽ ഈ വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസിൽ നിന്നാണ് നമ്മൾ ഈ DNA മാച്ചിങ്ങിന് എടുക്കുന്നത്. അപ്പോൾ ഈ ഉപ്പുകൂറ്റൻ്റെ കുടുംബക്കാർ സമ്മതിച്ചില്ല. പങ്കെടുത്തവർ സമ്മതിച്ചില്ല, അത് എടുക്കാൻ സമ്മതിച്ചില്ല. ബാക്കി 11 പേരുടെയും ഇത് എടുക്കുകയും ഇത് മാച്ചിങ് ആണെന്ന് കണ്ടെത്തുകയും, കാരണം അവരുടെ എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വലിയൊരു ഗംഭീരമായൊരു പഠനം ഈ നമ്മുടെ പറയിപെറ്റ പന്തിരുകുലത്തെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇത് വലിയൊരു പറയിപെറ്റ പന്തിരുകുലം എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം എന്നിട്ട് അത് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ അദ്ദേഹത്തിൻ്റെത് ഞാനും പങ്കെടുത്തിരുന്നു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതൊരു കഥയല്ല, ഇതൊരു ഗംഭീരമായ ഒരു ചരിത്ര സത്യം തന്നെയാണെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ DNA മാച്ചിങ്ങിലൂടെ, കാരണം ഇവര് എല്ലാം ഒരേ ജനുസിൽ നിന്ന് വന്ന ഒരേ റൂട്ടിൽ നിന്ന് വന്നവരാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സയന്റിഫിക് സ്റ്റഡി ഉണ്ട് സാർ ഇതിൽ. അപ്പോൾ സാറ് ഇതിൽ ആരും എടുത്ത് പ്രയോഗിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു വലിയ ഒരു കഥനമാണ് സാറ് നടത്തിയത്. കാരണം ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം? വരരുചിയുടെ കഥയൊക്കെ നമ്മൾ പറയാം, പക്ഷെ ഇത് വളരെ ഗംഭീരമായിട്ട് സാർ ഇത് അവതരിപ്പിച്ചു. അത് തന്നെ എന്നെ ഞെട്ടിച്ചു കഴിഞ്ഞ ഓമന ടീച്ചറിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനാണ്. കാരണം നമ്മുടെ ഈ നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ എല്ലാം ഒരമ്മ പെറ്റ മക്കൾ എന്നൊക്കെ പ്രഭാഷണത്തിൽ നമ്മൾ പറയുമെങ്കിലും ഇത് ഒരു വലിയ കഥാകാരൻ എല്ലാവരും ഒന്നാണെന്ന് തെളിയിക്കാൻ വേണ്ടി എഴുതിയതല്ല, യഥാർത്ഥത്തിലെ ചരിത്ര സംഭവം തന്നെയാണ്. എങ്കിലും അത് ഗംഭീരമായി. അത് ഞാൻ വെറ്ററിനറി ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും മോഹിക്കുമായിരുന്നു ഈ പക്ഷികളുടെയും പശുവിൻ്റെയൊക്കെ സംഭാഷണം എനിക്ക് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാൻ ഒരു സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഞങ്ങൾക്ക് ഈ അനിമൽ ബിഹേവിയർ ഒക്കെ പഠിക്കാനുണ്ട് സാർ. അനിമൽ ബിഹേവിയർ, അനിമൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ US സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന ഒരു മലയാളി വനിതയുണ്ട്. അപ്പോൾ അവർ ഈ പെറ്റ് അനിമൽസിന്റെ ശബ്ദങ്ങൾ ഡീകോഡ് ചെയ്ത് എടുത്തിട്ട് അത് മനുഷ്യന് മനസ്സിലാകുന്ന സംഭാഷണങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വലിയൊരു പഠനം നടക്കുന്നുണ്ട്. ഞാനും അതിൽ അവരെ സഹായിക്കുന്നുണ്ട്. അവർ വെറ്ററിനറി ഡോക്ടർ അല്ല, അവർ വേറെ ഒരു സയൻസ് കാര്യമാണ്, പക്ഷെ അവരുടെ PhD വർക്ക് ഇതാണ്. അതായത് ഈ അനിമൽസിന്റെ സംഭാഷണം മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ. ഇപ്പൊ AI വന്നതോടുകൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി ആയിരക്കണക്കിന് ഈ നമ്മുടെ പെറ്റ് അനിമൽസിന്റെ ഈ സൗണ്ടുകൾ, അതിന്റെ ബ്രീഡിങ്ങിൽ, വിശപ്പില്, അതിന്റെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് വായിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, വോക്കൽ കോഡ് നിന്ന് വരുന്നേ. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു വലിയ ഗവേഷണം നടക്കുന്നുണ്ട്. അപ്പൊ ഞാനും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ രാജൻ ചുങ്കത്തിന്റെ പുസ്തകം സാറ് വായിക്കണേ. ഇത് പറയിപെറ്റ പന്തിരുകുലം എന്ന് തന്നെയാണ് അതിന്റെ പേര്, ഡോക്ടർ രാജൻ ചുങ്കത്ത്. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി സാർ ഈ വിഷയം എടുക്കുകയും ഇത് പറയുകയും ചെയ്തു എന്നുള്ളത്. എനിക്ക് വലിയ സന്തോഷമായി. അത് ഇത്രയാണ് പറയാൻ ഞാൻ ആഗ്രഹിച്ചത് സാർ. ഐ കൺക്ലൂഡ്. താങ്ക് യു സർ. ഓക്കെ, വളരെ സന്തോഷം. തീർച്ചയായിട്ടും വളരെ വലിയൊരു ചരിത്രം. കുറച്ച് അറിവ് എത്ര വർഷമായി സാർ നമുക്ക് ഇത്? എത്ര വർഷമായി ഇത്? 2000 സാർ. നമുക്കൊരു ചരിത്രം. പുതിയ ഇല്ലേ, നോക്കൂ നമ്മുടെ രാം സാറ്, ശരിയാണ്. ഞങ്ങള് രാജീവ് ഗാന്ധിയിലാണ് PhD ചെയ്യുന്നത്. അത് തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതേ പരിപാടി. DNA സാബു സാറിന് അറിയാലോ. അതാണ് പറയാ. പക്ഷെ സാറേ ഇത് എത്ര അവരുടെ വർഷമായി? ഇതിന്റെ ചരിത്രം വർഷം എത്രയാ പറയുന്നത്? ഇത് എന്ന് പറഞ്ഞാല് ഞാൻ പറയാം, ഇത് BC എന്താണ് 9 അല്ല, 9 11 ഉറപ്പില്ല, അത്രയേ ഉള്ളൂ. അതാണ് സാർ ഒന്നുകൂടെ ആഡ് ചെയ്തോളട്ടെ ഞാൻ അതില്. പറയൂ. ഈ
ആ, ഈ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ അവരുടെ ആ ഈ അവിടെ ഒരു അണയാത്ത ദീപമുണ്ട്. അത് 4 നൂറ്റാണ്ടുകളായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപമാണ്. അപ്പൊ അതവിടെ വെച്ചിരിക്കുന്ന ആ തട്ടില് ഈ കാർബൺ ഇതനുസരിച്ചിട്ട് അതിന്റെ ഏജ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ മര മരക്കഷ്ണത്തിന്റെ അപ്പൊ അത് ആ, അതിന് കാർബൺ മാപ്പിംഗ് എന്തോ ആണ് അല്ലേ ആ ടെക്നോളജിക്ക് പറയുന്നത്. ശരിയാ അപ്പൊ ശരിയാ അതനുസരിച്ചിട്ട് കണ്ടത് 4000 വർഷം മുന്നേ ഉണ്ടാക്കിയ ആ, ഈ വാതിലും ഈ മരങ്ങളുമാണ് അവിടെ ഉണ്ടെന്നുള്ളത് ഈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലെ ശാസ്ത്രജ്ഞന്മാരുടെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് റിയൽ ആയിരുന്നു എന്നുള്ളത് ആണ്. ആ ദീപം ഇപ്പോഴും അണയാതെ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അത് BE സുധാമൻ 57 വാങ്ങാം. സാബു സാറിന്റെ അടുത്ത് വാങ്ങാം. സാർ ഞാൻ ഒന്ന് പറയുന്നത്, തിരുവള്ളുവര ഇതിലുള്ളതാണെങ്കിൽ തിരുവള്ളുവരുടെ കാലം തൊട്ടുള്ളതായിരിക്കുമല്ലോ അതെ തിരുവള്ളുവർ അതെ ഇതിൽ അതെ വരുന്നത്. അതെ അതെ. അത് ക്രിസ്തുവിന് 2000 2000 വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പെന്നാണ്. മുമ്പേ എന്നാണ് അതിന് പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവള്ളുവർ പറഞ്ഞു എന്ന ഒരു പുസ്തകമുണ്ട്. ക്രിസ്തുവിന് 2000 വർഷം മുമ്പല്ലേ? അതെ. ആ അതെ, അങ്ങനെ. BC 57 കാലഘട്ടങ്ങളിലാണ്. ഉം. ഓക്കെ, ഇനിയും ഞാനുള്ള പറയാൻ കുഞ്ഞായി മാസ്റ്റർ. രാജു സാർ അവിടെ പോയി ചാരി കടന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ജോർജ് സാർ, സാറിന് എന്താ സുഖമില്ലേ? കണ്ടുല്ലോ, അതുകൊണ്ടാ കേട്ടത്. ജോർജ് സാർ എന്ത് ചെയ്യും? സ്നേഹലത മാം, വിൻസെന്റ് സാർ. ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്ന് ക്ഷീണിക്കും, കുറച്ച് സമയം ഉറങ്ങി. ഉറങ്ങിപ്പോയി. പക്ഷേ ഇത് BC 57 എന്ന് പറഞ്ഞാൽ 2057 ആയുള്ളൂ. BC 2000 വരുന്നത്. 4000 വർഷം പഴക്കം BC 2000 വരും. BC 2000 57 BC ഇറ 57 എഴുതിയിരിക്കുന്നത്. അന്നേരം BC 2057 57 കറക്റ്റ്, അതാണ്. അത് ശരിക്കുള്ള BC ഇറ അത് ഏഴേ തന്നെയാണോ? ആകുള്ളൂ. മരക്കഷ്ണത്തിന് 4000 വർഷം പഴക്കമുണ്ട്. അപ്പോൾ 4000 2000 വർഷം മരമായിട്ട് നിന്ന് കാണും. കഷ്ണം പിന്നെ ആയിരിക്കും ഉണ്ടായത്. BC 2000 അന്നേരം BC 2000. ഓക്കെ, റോയ്സ് സാർ പറഞ്ഞോ? ജോർജ് സാർ പറയൂ. താങ്ക് യു സർ. ജ്യോതികുമാർ സർ, സാറിന്റെ കഥകളുടെ വൈശിഷ്ട്യങ്ങളാണ് എല്ലാവരും പറയാൻ ഉള്ളത്. പറഞ്ഞ കൂടുതൽ മനസ്സിലുണ്ട്. പുരാണ കഥകളുടെ ആകർഷകത്വം തനതായ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കാൻ സാറിന് പ്രത്യേക സിദ്ധിയുമുണ്ട്. വിദ്വൽ സദസ്സിലുള്ളവർ ഒക്കെ പറഞ്ഞതുപോലെ ഞാൻ പണ്ടൊക്കെ ഈ വേദി കാണുമ്പോൾ ആദ്യം കരുതുന്ന ഈ വിദ്വാൻമാരുടെ വിദ്വൽ സദസ്സ് തന്നെയാണ് ഈ മാറ്റ്നി ഫ്രീ വെബിനാർ. ഇതിൽ നിരന്നിരിക്കുന്നവരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആദരവോടുകൂടി ഞാനിങ്ങനെ നോക്കും, കരുതും, വിലയിരുത്തും. എന്നുമുള്ള ചർച്ചകളും ആദ്യത്തെ വാർഷിക ആഘോഷിക്കാൻ പോയപ്പോഴും കണ്ട ചുരുക്കം ആളുകളല്ലേ. എന്തായാലും ഒന്ന് സാറേ, പുരാണ കഥ രസകരമാണ്. കൊച്ചുകുട്ടികൾ കേട്ടിരിക്കുന്ന പോലെ ഞാനും കേട്ടിരുന്നു. എനിക്ക് അധികം കഥാപാത്രങ്ങളെ കഥകളുമായിട്ട് അധികം പരിചയമില്ല. പക്ഷെ എന്നാലും കഥ താല്പര്യത്തോടെ ഞാൻ ശ്രദ്ധിച്ചു, താല്പര്യത്തോടെ ഇരുന്നു. ഓക്കെ, ഇനിയും സാറ് വരും ഇത്തരം കഥകളുമായിട്ട്. ഇതിനു മുമ്പ് ഒരു പുരാണ കഥയില് യുദ്ധങ്ങളൊക്കെ എന്തുമാത്രം ആയുധങ്ങളും ഏതെല്ലാം സേനകളുമാ വന്നത്. ഇപ്പോഴും അതിലൊക്കെ ഇവിടെ നിപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സ്നേഹതമ അൺമ്യൂട്ട് ചെയ്തോ? അതെ, ഇതിലെ കുറച്ച് കഥയൊക്കെ അറിയായിരുന്നു, കുറെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അതെല്ലാം വീണ്ടും ഓർക്കാൻ പറ്റി. പിന്നെ ഇപ്പൊ ശുദ്ധോധന സാർ അതിന്റെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളും കൂടെ പറഞ്ഞു. ഇത് ഇങ്ങനെ ഒരു കഥ പറച്ചിൽ നമുക്ക് ആദ്യമായിട്ടാണ്. നമ്മള് പിന്നെ സാധാരണ കഥകളെ കേട്ടിട്ടുള്ളൂ. ഇത് പുരാണ കഥകളും അതിന്റെ സത്യങ്ങളും എല്ലാം ഉള്ള ഒരു പുതിയ അനുഭവം. വളരെ നന്ദി സാർ. ഇങ്ങനെ അതിന് നമ്മളെല്ലാം ഇത്രയും ആസ്വദിച്ച് കേട്ടു. അതിന്റെ ശാസ്ത്രീയമായതയും കൂടെ തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം കേൾക്കാൻ പറ്റി. വളരെ നന്ദി സാർ. ഇനി ഈ കഥകള്, ഇനി ഇതുപോലത്തെ കഥകൾ പറയണം. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ഏതായാലും താങ്ക് യു. സാർ കയറിയ വളരെ നന്നായി. കാരണം അതാണ് പറയാം. സാറിന്റെ നെറ്റിന് നല്ല പ്രോബ്ലം ഉണ്ട്, എന്തൊക്കെയോ ഇഷ്യൂസ്. പറ്റിയതാവോ? ചില ഭാഗം കേൾക്കുന്നില്ല.
എനിക്കെന്തോ ഞാൻ എവിടെ കഥയ്ക്ക് നിന്നും ആകെ ഒരു ചെറിയ ഉം. കാണുന്നില്ല. ഇപ്പൊ ഏതാ, മൊബൈലാണോ ഇന്റർനെറ്റ് ആണോ? ഇതാ അല്ല നെറ്റ് ഇവിടെ പിന്നെ ഇത് വൈഫൈ തന്നെ ആണോ? എന്താ പറയാ. വൈഫൈ ആണ്. ഓക്കെ, ഇനി റോയ് സാർ പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ? കുഞ്ഞുവായി മാസ്റ്റർ എന്തെങ്കിലും പറയപ്പെട്ട പന്തിരുകുലത്തെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ, ജ്യോതികുമാർ സാർ. വളരെ മനോഹരമായി വ്യത്യസ്തമായ ഒരു കഥയിലൂടെ എത്തിയതിന് സന്തോഷം. ഇനി കുറെ യാത്രകൾ പോയതിന്റെ PC-ന്റെ മീറ്റിംഗ് ഉണ്ട് 8 മണിക്ക്. ഞാൻ പറയാൻ ആ പോവുകയായിരുന്നു. ഓക്കെ ഓക്കെ, ആരോഗ്യ വിചാരം. ഓക്കെ, അപ്പം ഇനി കുറെ യാത്രകൾ പോയതിന്റെ ഒക്കെ വിവരണങ്ങളായിട്ട് വരാനുണ്ട്, മറന്നു പോരുത്. വരാം. ഓക്കെ. ഓക്കെ, അപ്പൊ സീ യു ആൻഡ് താങ്ക് യു. ബൈ ബൈ, ഗുഡ് നൈറ്റ്. എനിക്ക് കിട്ടുകയായിരുന്നേ, നമ്മൾ കിട്ടുകയായിരുന്നേ, ഒന്ന് വിശദമായി. ശരി, ഓക്കെ, ബൈ, സീ യു. താങ്ക് യു. ശരി. താങ്ക് യു.